വളർച്ച അന്ധവിദ്യാലയത്തിലെ നാടകമാണിത്. എന്നെ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ എല്ലാവരെയും യേശുവെ അങ്ങനെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്നും മാറ്റില്ലല്ലോ കുറിച്ച് കളിക്കോ കേട്ടോ. എന്റെ അമ്മേ എന്റെ മകനെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം പ്രാർത്ഥനയാണോ അതോ സർക്കസാണോ? എന്തുമായിട്ട് ആത്മശാന്തി കിട്ടണോ? മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ പിതാവേ എന്റെ വിളങ്ങിനോടാവേ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നാളെ കൊണ്ടൊന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങൾ നേർച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ നമ്മൾക്ക് അങ്ങോട്ട് വരാനുള്ള അനുഗ്രഹം അനുഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അറിയില്ലേ അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തീരുമാനം സ്വന്തത്തിലായി പോകുന്നില്ല. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാൻ പോകുന്നത്. ആ കോഴിക്കോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നില്ല. ആ കോഴിക്ക് വീട്ടിൽ പോകണേ. കോഴിക്ക് നീ കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാനോ? പരിശുദ്ധ മറിയമേ അവരേന്ത്യമ്മേ ഒരേ ഒരു രക്തം കൊടുത്തു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ശരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി നിറച്ച് പൊങ്ങും അവിടെ എന്താണ് അമ്മ ആ ചെറുക്കൻ കല്ലുകൂടി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കല്ലുകൂടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണി ചെന്നവന്റെ മുടിയാക്കാവുന്നത്? മുടിയൊക്കെ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എന്നെ നേരിട്ട് തന്നിട്ടുണ്ട്. അമ്മ എന്റെ പൊന്നമ്മേ എന്റെ വേളാങ്കണ്ണി അമ്മ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഖു, രഞ്ജിത്ത്, ദിനേശ് ഇവന്മാരുടെ എല്ലാം മണ്ടേത് ഇടുക്കി വീഴണേ. മണ്ടേ മാത്രമാകണ്ട, തീർച്ചയായും നിശ്ചയം സന്ദേശമൊക്കെ ഇടുക്കി വീഴണേ. ആദ്യ ഒരു ദിവസം പോലും ഇവന്മാർ കലമൊക്കെ എന്നെ എങ്ങനെ വിളിച്ചോണ്ട് പോയി. അമ്മ മാതാവേ എനിക്ക് അമ്മയോട് പറയാനുള്ളത്. ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തനി പിശാച് കയറിയിട്ട് അമ്മേ അമ്മയുടെ വലിയ വിരളുകൊണ്ട് അവനുള്ള പിശാച് അമ്മയുടെ വലിയ വിരളുകൊണ്ട് വിട്ടുപോട്ടെ. വിട്ടുപോട്ടെ പിശാച് വിട്ടുപോട്ടെ. സന്നിധിന് വെള്ളം പിശാച് സന്നിധിനുള്ള പിശാച് സന്നിധി വിട്ടുപോട്ടെ. എങ്കിലും പോട്ടെ സന്നിധി വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ. ഒരു വരാൻ പറഞ്ഞിട്ട് വിട്ടുപോകാൻ ഞാൻ പോവാ. എടാ അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോട്ടെ എന്നാടാ. അതൊക്കെ നീ എന്നാ വർത്തമാനം വഴി പറയുന്നത്? ഈ പോലെ കണ്ട ഏതെങ്കിലും വിചാരികളോ നിൽക്കുള്ളൂ. അപ്പോഴാണ് ജീവിതം കൊണ്ട് വിട്ടു പോകത്ത് ചെയ്യും. എന്നാ പോലെ പാടായിട്ട് ഈ വൃത്തിയും എനിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. കയ്യിലല്ലേ എന്താ കാര്യം? അന്യൻ ഈ കൈവാട്ട് ഇനി നടന്ന ഈ വീട്ടിൽ നിന്ന് എന്നേക്കുള്ള അന്യനാണ്. ഇറക്കി വിടുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാമോ? അപ്പൻ്റെ കൂടെ എന്നെ വിളിച്ചാൽ ഞാൻ വേർപ്പ് കൊണ്ടാറില്ല. എന്നിട്ട് അപ്പം ഞാൻ എന്റെ വെറുപ്പ് ഒരു മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച കാണണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ അതിപ്പോൾ കല്യാണമൊക്കെ നടത്തിത്തരാം കേട്ടോ. അമ്മ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്ന വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞ ട്രെയിനെ കയറി നാഗപട്ടണം തരും. അവിടുന്ന് ബസ് കയറി നമ്മളത് പോകും. പക്ഷെ അമ്മച്ചി നേരത്തെ ഇറങ്ങാൻ ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേരത്തെ പഠിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയെങ്കിലേ നേരത്തെ പഠിക്കുള്ളൂ. അറിയാമോ? പദയാത്രയായിട്ട് അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. മോനെ സണ്ണിക്കുട്ടി, നീ ഇപ്പൊ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ നിന്റെ വായിന്ന് പറഞ്ഞു വരുമോ? അതാണ് പദയാത്ര. അഥവാ പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യമൊക്കെ കിട്ടുന്നത്. അവൻ പദയാത്ര ആയിരിക്കും വന്നിരിക്കുന്നത്. ഒരു വട്ടം നോക്കണം. ഇതിന്റെ ഒന്ന് പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിക്കാൻ പോകാനോ? ഞാൻ അതുകൂടി നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കാൻ. നീ അച്ഛനെ വിളിച്ച് ഞാൻ വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെഞ്ചരിയാൻ. എങ്ങനെ? പള്ളിയുടെ പണി നടക്കുവാ. സംഭാവന ചോദിക്കും. കൊണ്ടുപോകാൻ നോക്കാം. ഈ തമിഴൊക്കെ പറയേണ്ട അങ്ങോട്ട് ഇറങ്ങി തമിഴെ നമുക്ക് വെള്ളങ്ങാനപ്പള്ളി പോയി മുടി വെച്ചാൽ പോലെ. പതിനെണ്ണാം പള്ളിയാണോ നേരത്തെ വന്നിരിക്കുന്നത്? വേറെ പള്ളിക്ക് മുടിയാക്കണം എന്നല്ലേ നേരത്തെ വന്നിരിക്കുന്നത്? തമിഴറിയാണോ നമുക്ക്? തമിഴ് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ
ജോസൂട്ടൻ ഞാൻ പറയാൻ ഇന്നലെ തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്നിനെ തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമോ? അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. ജോസൂട്ടി വന്നിട്ട് പിന്നെ അതേ കാണുമ്പോൾ ഇതന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് യാർക്കാ വണക്കം പറ്റുമല്ലോ, ഒരൊറ്റ വീട്ടിൽ പറ്റും. തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. തമിഴ് പറ്റും അറിയാമോ? അല്ല, അതിനെ നിന്നോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നമ്മൾ ഇവിടെ നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ അന്നൈ വണക്കം, അന്നൈ അന്നൈ പെണ്ണങ്ങളാണ് പെണ്ണை അന്നൈ അക്കെ, ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു. നമ്മൾ അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നെങ്കിൽ തമിഴ് പറയുന്നത് നിസ്സാരമായിട്ട് പറയാമല്ലോ. നമ്മളിപ്പോ രാവിലെയാണ് രാവിലേക്ക് അണ്ണാ നീ പോയിക്കാൻ തണ്ണി തരുമാ. കുഞ്ഞൻ തണ്ണി ചോദിച്ചാൽ കുഞ്ഞനല്ലേ കിട്ടും. എവിടെ പോകുന്നത്? ഇവന്റെ മുടി ഇറക്കണം, അവിടെ നേർച്ചയാ. കണ്ടുകൂടി തന്നെ വെള്ളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറക്കി സുന്ദരനാക്കണമല്ലേ. തമിഴ് അറിയത്തില്ലല്ലേ? ഈ മൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ യാത്രയും അങ്ങനെ ആകുമ്പോൾ പേടി. നമുക്ക് ഈ യാത്രയിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അതെ, ഈ മുടിയായിട്ട് കൃഷിയാഫീസിൽ ചെല്ലുവാണെങ്കിൽ ജനിച്ച് വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടിയ അതുകൊണ്ട് പറഞ്ഞു ഓത്തറയ്ക്ക് ഒരു 4 പേർക്കുള്ള ലോൺ എടുത്തു. കണ്ണീത്തിന് ഓത്തറയ്ക്ക് വലിയ ഇഷ്ടമാണ്. പേര് ഇന്ന് ഇല്ല. ഇങ്ങോട്ട് വരുന്നു. പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ ചെന്ന് താമസിച്ച് പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ വരുമ്പോഴേ 4 ദിവസം കഴിയും. കോഴി പട്ടിണിയായിരിക്കും. ആ കോഴിനെ കൂടെ കൊണ്ടുപോകാൻ ആ ആടിനെ താറാവിനെ എടുത്ത് വണ്ടിക്ക് ഈ കോഴി താറാവിനെ ആദ്യമൊക്കെ ഈ വണ്ടി കെട്ടുകാരെ നോക്കയുടെ പെട്ടകോ ജോസുകുട്ടിയുടെ ഓട്ടയാണ്. അമ്മയ്ക്ക് കയറി നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചു കൊച്ചിന്റെ റായി എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? അതായിട്ട് മാറ്റാം. അയ്യോ ആയല്ല, രാവിലെ നാക്ക് വിളിച്ച അഗ്നിയിൽ അടുത്തെത്താൻ കൂട്ടം തെറ്റി പോകരുത്. കൂട്ടിട്ടൊക്കെ കാണാം. ഈ പ്ലാറ്റ്ഫോം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. അത് അവര് പറഞ്ഞ അറ്റൻഷനായിട്ട് നിൽക്കാൻ. അയ്യോ അതൊക്കെ പറയാന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. എടാ നീ ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്റെ മൂത്ത ചേട്ടൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് വന്ന റെയിൽവേ സ്റ്റേഷനിൽ പാളം ക്രോസ് ചെയ്തപ്പോ പാളത്തിന്റെ നടുക്കെത്തിയപ്പോ ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരല്ലേ, അറ്റൻഷൻ അടിച്ച് ഒന്നും ഒറ്റ നിൽക്കാൻ ഉള്ള കയറി ഇറങ്ങിയത് പോയി. അപ്പൊ വീട്ടിൽ കണ്ടാ ഓടിയ പോകേണ്ടി തിരിച്ചേക്ക് തൂക്കാണ് ചേർന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുക. എവിടാ മണ്ണെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. ഒഴിഞ്ഞു പലർക്കും മുന്നോട്ട് എങ്ങോട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അത് ശരിക്കും ഉഴുന്നുവടയെന്ന് പറഞ്ഞാൽ ശരിക്കും പറയണം.
ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ. ജോസൂട്ടി, അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. അതെന്തിന്? ബൈബിൾ എടുക്കാൻ വിട്ടുപോയിരുന്നു. അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിനാ ബൈബിൾ എഴുതുന്നത്? അതന്നെ ഞാൻ ബൈബിൾ എടുക്കണം. ഈ തോമൻ കേറ്. വേറെ വല്ല അത്യാവശ്യം കാണുമ്പോൾ നിങ്ങളുടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് അതന്നെ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കണം, ഞാൻ ബൈബിൾ എടുക്കണം. ഇല്ല, ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. തമിഴിന്റെ തെലുങ്കിന്റെ ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ ഇനി മേടിച്ചോണ്ട് വന്നാൽ മതി. മലയാളം ഒന്ന് വായിക്കാനേ മാത്രമാണ് ഇംഗ്ലീഷ് വായിക്കാൻ. ആണോ നിനക്ക് കോട്ടും ചൂടും ഇട്ടോട്ട് തീറ്റി തീറ്റി എന്ന് പറഞ്ഞ ഞങ്ങളോട് കഴിഞ്ഞില്ല. കുടുംബത്തോടെ ഇവിടെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നെ മറ്റൊരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം.